ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏത് സഭയിലാണ് എന്നുള്ളതല്ല, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വ്യവസ്ഥയ്ക്ക് പുറത്ത് കളിക്കുന്നവനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ദൈവത്തിനില്ല. ഭൂമി ചിലപ്പോൾ പണമൊക്കെ ഉണ്ടായിരിക്കും, പക്ഷേ നാളെ എന്തെങ്കിലും ഒരു കാലത്ത് അല്ലെങ്കിൽ ന്യായവിധിയുടെ കാലത്ത് ദൈവത്തിൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ അത് എത്ര ഉന്നതനാണെങ്കിലും അവൻ അതിന് മറുപടി പറയേണ്ടി വരും. വചനത്തിനകത്ത് വ്യക്തമായിട്ട് എഴുതി വച്ചിട്ടുണ്ട്, എന്തെങ്കിലും ആശയത്തിൻ്റെയോ സംവിധാനത്തിൻ്റെയോ പുറകെ പോയി തെറ്റിപ്പോയി എന്ന് അന്ന് അവിടെ ചെന്ന് പറയാൻ പറ്റിയല്ല. കാരണം ഇന്ന് ലോകത്തിൽ ഇത് വിശ്വസിക്കുന്ന ഒരുമാതിരി എല്ലാവർക്കും ഇത് നേരിട്ട് പരിശോധിക്കാനോ വായിക്കാനോ ഉള്ള വ്യവസ്ഥകളുണ്ട്. ഇത് വായിക്കാതെയും പരിശോധിക്കാതെയും ആരെങ്കിലും പറയുന്ന ആശയങ്ങളുടെ പുറകെ നടന്നാൽ അവൻ്റെ ആത്മീകവും ഭൗതികവുമായ ഉത്തരവാദിത്വം ദൈവത്തിനില്ല എന്നുള്ളതാണ് ഈ സന്ദേശത്തിൻ്റെ മർമ്മം. ഒരു വാക്യം കൂടെ വായിക്കാം. മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ആ സമയം മുതൽ യേശു സ്വർഗരാജ്യം സമീപമാകയാൽ മാനസാന്തരപ്പെടുവിൻ എന്ന് പ്രസംഗിച്ചു തുടങ്ങി. ഇന്നിപ്പോൾ ലോകം മുഴുവൻ വ്യക്തിസ്വാതന്ത്ര്യമുള്ള കാലമാണ്. വ്യക്തികൾക്ക് സ്വാതന്ത്ര്യമാണ് ഇന്ന് ലോകത്തിൻ്റെ അടിസ്ഥാന നിയമസംഹിത തന്നെ. ആർക്കും എന്തും വിശ്വസിക്കാം. മറ്റുള്ളവർക്ക് ഭൗതിക ദൂഷ്യം ഇല്ലാതെ ഏതാശയവും പ്രചരിപ്പിക്കാം. ഒരു ഉദാഹരണം പറയാം. ബൈബിള് പറയുന്നത് പുരുഷന് അല്ലെങ്കിൽ മനുഷ്യന് തക്ക തുണയെ നൽകുമെന്നാണ്. എന്ന് പറഞ്ഞാൽ പുരുഷന് സ്ത്രീയെ തുണയായി കൊടുക്കുന്നതും സ്ത്രീക്ക് പുരുഷനെ തുണയായി കൊടുക്കുന്നതുമാണ് ബൈബിൾ ഉദ്ദേശിക്കുന്ന ആശയം. ദൈവവചനം ഉദ്ദേശിക്കുന്നത്, ദൈവം ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണ്. പക്ഷേ ലോകത്തിലിപ്പം വന്ന് പുരുഷന് പുരുഷനെ തുണയായിട്ടെടുക്കാം, സ്ത്രീക്ക് സ്ത്രീയെ തുണയായിട്ടെടുക്കാം. വചനം പറയുന്നത് മനുഷ്യനും മനുഷ്യനുമായി, അതായത് പുരുഷനും സ്ത്രീയും തമ്മിലാണ് ശാരീരിക ബന്ധം പറയുന്നത്. ഇപ്പോൾ അത് മനുഷ്യനും മൃഗങ്ങളും വരെ ആണെങ്കിലും മറ്റുള്ളവർക്ക് പ്രശ്നമില്ലെങ്കിൽ കുഴപ്പമില്ലെന്ന് ലോകം മുഴുവനായി. ഇങ്ങനെ ഒരവസ്ഥയിലേക്ക്, മ്ലേച്ഛതയിലേക്ക് പോകുമ്പോൾ ഗവൺമെൻറ്റുകൾ പുരുഷനും തമ്മിലുള്ള വിവാഹത്തെ അനുകൂലിക്കുന്ന ഗവൺമെൻറ്റുകൾ ലോകത്ത് ധാരാളമുണ്ട്. സ്ത്രീയും തമ്മിലുള്ള വിവാഹത്തെയും അനുകൂലിക്കുന്ന ധാരാളം ഗവൺമെൻറ്റുകൾ ലോകത്തുണ്ട്. ഇതെല്ലാം പറയുന്നത് പൊതുസമൂഹത്തിന് ദൂഷ്യം വന്നില്ലെങ്കിൽ അവർക്ക് കുഴപ്പമില്ലെന്ന് അവർ പറയുന്നത്. ദൈവവും മനുഷ്യന് വ്യക്തിസ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. കൽപ്പന കൊടുത്തിട്ടുള്ളപ്പോൾ തന്നെ ദൈവം മനുഷ്യന് വ്യക്തിസ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നു, ആദി മാതാപിതാക്കളെ ദൈവം ഏദൻ തോട്ടം നിർമ്മിച്ച തോട്ടത്തിലാക്കിയപ്പോൾ സർവ്വസ്വാതന്ത്ര്യം കൊടുത്തു. ഒരു കൽപ്പനയും കൊടുത്തു: ആ ഒരു വൃക്ഷത്തിൻ്റെ ഫലം മാത്രം തിന്നരുത്, അത് തിന്നുന്ന നാളെ നീ മരിക്കും. ബാക്കി സ്വാതന്ത്ര്യം മുഴുവൻ ഉണ്ടായിരുന്നെങ്കിലും മനുഷ്യൻ അത് തെറ്റിച്ചു. പിന്നീട് പുറപ്പാട് പുസ്തകത്തിൽ ദൈവം 613 കൽപ്പനകൾ കൊടുത്തു, അതും തെറ്റിച്ചു. യേശു ഭൂമിയിൽ വന്ന് ഈ ന്യായപ്രമാണത്തിൻ്റെ നിർദ്ദേശപ്രകാരമുള്ള സകല പരിഹാരവും തൻ്റെ ശരീരത്തിൽ ചെയ്ത് അത് വിശ്വസിച്ചാൽ നിലനിൽക്കും എന്ന് പറഞ്ഞു. അനേകരത് വിശ്വസിച്ചില്ല, അതും മനുഷ്യൻ തെറ്റിച്ചു. അപ്പം മനുഷ്യന് സ്വാതന്ത്ര്യം ദൈവവും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആവർത്തന പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 30-ാം അധ്യായത്തിൻ്റെ 19 മുതലുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു: അനുഗ്രഹവും ശാപവും ജീവനും മരണവും നിൻ്റെ മുമ്പാകെ വയ്ക്കുന്നു എന്നതിന് സാക്ഷ്യമായി ഞാൻ ഇന്ന് സ്വർഗത്തെയും ഭൂമിയെയും വിളിക്കുന്നു. നീയും നിൻ്റെ മക്കളും ജീവനോടെ ഇരിക്കേണ്ടതിന് ഇപ്പോൾ ജീവനെ തിരഞ്ഞെടുത്തുകൊള്ളുക. നിൻ്റെ ദൈവമായ യഹോവയെ സ്നേഹിക്കുക, അവിടുത്തെ ശബ്ദം ശ്രദ്ധിച്ച് അവിടുത്തോട് പറ്റിച്ചേർന്നു കൊള്ളുക. യഹോവ നിൻ്റെ ജീവനാകുന്നുവല്ലോ. അവിടുന്ന് നിൻ്റെ പിതാക്കന്മാരായ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും വാഗ്ദത്തം ചെയ്ത ദേശത്ത് അവിടുന്ന് നിനക്ക് ദീർഘായുസ്സ് നൽകും. ജീവനും മരണവും നിൻ്റെ മുമ്പിൽ വെക്കുന്നു, നിനക്കെടുക്കാം. സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്, പക്ഷേ ലോകത്തിൻ്റെ സ്വാതന്ത്ര്യമല്ല. ദൈവം പറയുന്നു, വചനത്തിൻ്റെ വ്യവസ്ഥയിൽ ഞാൻ ഈ ജീവനും മരണവും നിൻ്റെ മുമ്പിൽ വെക്കുന്നു. എടുക്കണോ വേണ്ടോ എന്നുള്ളത് നിൻ്റെ കാര്യമാണ്, നിനക്കത് ചെയ്യാം. ഇപ്പോൾ യോഹന്നാൻ സുവിശേഷം 1 യോഹന്നാൻ ലേഖനത്തിലാണേ
1 യോഹന്നാൻ 5:11-12 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. ആ സാക്ഷ്യം ഇതാണ്: ദൈവം നമുക്ക് നിത്യജീവൻ തന്നു, ആ ജീവൻ അവിടുത്തെ പുത്രനിലുണ്ട്. ദൈവം നിത്യജീവൻ തന്നു, ആ ജീവൻ അവിടുത്തെ പുത്രനിലുണ്ട്. പുത്രനുള്ളവന് ജീവനുണ്ട്, ദൈവപുത്രൻ ഇല്ലാത്തവനോ ജീവനില്ല. ദൈവപുത്രൻ ഇല്ലാത്തവന് ജീവനില്ലെന്ന് തന്നെയാണ് വചനം എഴുതി വച്ചിരിക്കുന്നത്. ഇനി ഗലാത്യ ലേഖനത്തിലേക്ക് നമ്മൾ പോയാൽ അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 9 വരെയുള്ള വാക്യത്തിൽ, യേശുക്രിസ്തുവിൻ്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് ഇത്ര വേഗം നിങ്ങൾ വേറൊരു സുവിശേഷത്തിലേക്ക് തിരിയുന്നതിൽ ഞാൻ ആശ്ചര്യപ്പെടുന്നു. വേറൊരു സുവിശേഷം, അത് വാസ്തവത്തിൽ സുവിശേഷമേ അല്ല. ചിലർ നിങ്ങളെ ചിന്താക്കുഴപ്പത്തിലാക്കി ക്രിസ്തുവിൻ്റെ സുവിശേഷം കോട്ടിക്കളയുവാൻ ശ്രമിക്കുകയത്രേ ചെയ്യുന്നത്. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതല്ലാതെ മറ്റൊരു സുവിശേഷം ഞങ്ങളോ സ്വർഗത്തിൽ നിന്നുള്ള ദൂതനോ അറിയിച്ചാൽ അയാൾ ശപിക്കപ്പെട്ടവൻ. ഞങ്ങൾ മുമ്പേ പറഞ്ഞതുപോലെ ഞാനിപ്പോൾ വീണ്ടും പറയുകയാണ്, നിങ്ങൾ സ്വീകരിച്ചതല്ലാതെ വേറൊരു സുവിശേഷം നിങ്ങളോട് ആരെങ്കിലും അറിയിച്ചാൽ അയാൾ ശപിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞാൽ, ഈ ഗലാത്യ ലേഖനം എഴുതുന്ന കാലത്ത് തന്നെ മറ്റൊരു സുവിശേഷം ഉണ്ട്. അല്ലെങ്കിൽ ഈ മറ്റൊരു സുവിശേഷത്തിൻ്റെ മറുപടിയൊക്കെ ആയിട്ടാണ് ഒരു പരിധി വരെ ഗലാത്യ ലേഖനം എഴുതിയെന്ന് പറയാം. അത് വാസ്തവത്തിൽ സുവിശേഷമേ അല്ലെന്നാണ് പറയുന്നത്. സുവിശേഷം കോട്ടിക്കളയാൻ ശ്രമിക്കുന്നു. അങ്ങനെയുള്ളവൻ ശപിക്കപ്പെട്ടവനാണെന്ന് പറയുന്നു. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം, പിന്നീട് മഹാസർപ്പത്തിൻ്റെയും മൃഗത്തിൻ്റെയും കള്ളപ്രവാചകൻ്റെയും വായിൽ നിന്ന് തവളയെപ്പോലെയുള്ള 3 അശുദ്ധാത്മാക്കൾ പുറപ്പെടുന്നത് ഞാൻ കണ്ടു. മഹാസർപ്പത്തിൻ്റെയും മൃഗത്തിൻ്റെയും അത് വേറൊരു സംഭവം. പക്ഷേ കള്ളപ്രവാചകനുമുണ്ട്. കള്ളപ്രവാചകൻ്റെ വായിൽ നിന്ന് തവളയെപ്പോലെയുള്ള, ഈ തവളയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരിടത്തുനിന്ന് ഒരൊറ്റ ചാട്ടം അടുത്തടത്തോട്ട്, അവിടുന്ന് അടുത്തടത്തോട്ട് ഒരു ചാട്ടമാണ്. ഇങ്ങനെ ചാടുന്ന സംവിധാനങ്ങളുണ്ടെന്ന് ഇത് എഴുതി വെച്ച കാലത്ത് പത്രോസിൻ്റെ ലേഖനം ഒന്ന് നോക്കാൻ. 2 പത്രോസിൻ്റെ ലേഖനത്തിലും ഇത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 2 പത്രോസ് അതിൻ്റെ 2-ാം അധ്യായം, എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിൻ്റെ ഇടയിലുണ്ടായിരുന്നു, നിങ്ങളുടെ ഇടയിലും വ്യാജ ഉപദേഷ്ടാക്കന്മാർ ഉണ്ടാകും. അവർ വിനാശകരമായ ദുരുപദേശങ്ങൾ രഹസ്യമായി അവതരിപ്പിക്കും. തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറക പോലും ചെയ്തുകൊണ്ട് അവർ തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തും. അവരുടെ ഭോഗാസക്തിയെ പലരും പിന്തുടരും. അവർ സത്യമാർഗത്തിന് അപമാനം വരുത്തും. അവർ കൗശല വാക്കുകൾ കൊണ്ട് അത്യാഗ്രഹത്തോടെ നിങ്ങളെ ചൂഷണം ചെയ്യും. പണ്ട് മുതലേയുള്ള അവരുടെ ശിക്ഷാവധിക്ക് താമസം ഉണ്ടാകുകയില്ല, അവരുടെ നാശം ഉറങ്ങുന്നതേ ഇല്ല. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കള്ളപ്രവാചകന്മാരും ജനത്തിനിടയ്ക്ക് ഉണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ പറയുന്നത് ഇത്രേ ഉള്ളൂ. ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം പറയുന്നു, വചനത്തോടെ ഒന്നും കൂട്ടുകയോ ഉറക്കുകയോ ചെയ്യരുത്. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 18-ഉം 19-ഉം അത് തന്നെയാണ് പറയുന്നത്. അങ്ങനെയൊക്കെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവനാണെന്നാണ് പറയുന്നത്. കൽപ്പന തന്നെ തിരുത്തിയ സഭാവിഭാഗം ലോകത്തുണ്ട്. പിന്നെ ഈ വ്യവസ്ഥയ്ക്കല്ല അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും എല്ലാം പോകുന്നതുണ്ട്. അതുകൊണ്ട് ഈ ദൈവത്തിനെ സംബന്ധിച്ച് പറയുന്നത് യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം പറയുന്നത്, യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം ഒന്നെടുക്കാം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന് പറഞ്ഞാൽ, ഈ എഴുതി വെച്ച വചനം അങ്ങോട്ടും ഇങ്ങോട്ടും മാറില്ല. ആ വ്യവസ്ഥയ്ക്ക് പുറത്ത് കളിക്കുന്നവനെ അനുഗ്രഹിക്കാൻ ഈ എഴുതി വെച്ച വചനത്തിന് കഴിയില്ല. അതുകൊണ്ട് ഇത് അവസാനം ചെന്ന് സർവനാശത്തിൽ ചെന്ന് ചേരും എന്ന് ഓർമ്മിപ്പിക്കുന്നു. പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവേ, പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ, ഞങ്ങൾക്കൊക്കെയും ഞങ്ങളുടെ കരങ്ങളിലൊക്കെയും ദൈവവചനമുണ്ട്. അത് ലഭിക്കാനുള്ള വഴികളുണ്ട്, ഇല്ലാത്തവർക്ക് ലഭിക്കാനുള്ള ധാരാളം വഴികളുണ്ട്. കർത്താവെ, വളരെ ശ്രദ്ധയോടുകൂടി അത് ഗ്രഹിച്ച് വായിച്ച് അതിൻ്റെ വ്യവസ്ഥയ്ക്കനുസരിച്ച് നിൽക്കുവാൻ കേൾവിക്കാരെ ഓരോരുത്തരെയും ദൈവം സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവനും മരണവും മുമ്പിൽ വെച്ചിട്ട് ദൈവം കൊടുത്തിട്ടുണ്ടല്ലോ, അതിൽ കർത്താവെ ജീവൻ തിരഞ്ഞെടുക്കുവാൻ, ആ ജീവൻ യേശുക്രിസ്തുവിലുണ്ട്, അത് സമൃദ്ധമായി നൽകുവാൻ യേശുക്രിസ്തു വന്നു എന്ന് ഞങ്ങൾ വായിക്കുന്നെങ്കിൽ, ആ ജീവൻ എന്നെ ശ്രമിക്കുന്ന ഓരോരുത്തരുടെയും ഉള്ളിലേക്ക് സത്യം തിരിച്ചറിയുന്ന, സത്യത്തിൽ നിലനിർത്തുന്ന, സത്യത്തിൽ ഉറപ്പിക്കുന്ന ആ ജീവൻ
ആ കൃപ എല്ലാവരിലേക്കും ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ണുകൾ തുറക്കട്ടെ, ദൈവവചന വ്യവസ്ഥ കൃത്യമായി കാണട്ടെ. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.